അർജുൻ ആയങ്കിയുടെ പിറകെയാണ് കേരള പോലീസ്. അർജുൻ ആയങ്കി കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു. എങ്ങനെയും അറസ്റ്റ് ചെയ്യുമെന്ന് കേരള പോലീസ് പ്രഖ്യാപിക്കുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു. അർജുൻ ആയങ്കി ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ ദില്ലിയിലേക്ക് കടന്നു എന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ കലുഷിതമാണ് സേനയിലെ കാര്യങ്ങൾ, പോലീസ് സേനയിലെ കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യങ്ങൾ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം ചോദിക്കുന്നു മാധ്യമപ്രവർത്തകർ. ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു, പല ഗുണ്ടകളും പല അഭിപ്രായങ്ങളും പറയും, അതിന് പിറകെ ഒന്നുമല്ല ഞങ്ങൾ പോകുന്നത് എന്ന്. മുട്ടിന് കീഴെ വെടിവെച്ചിട്ടാണെങ്കിലും അർജുൻ ആയങ്കിയെ പിടിക്കണമെന്ന് പോലീസ് നിർദ്ദേശം കൊടുക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് അക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, എനിക്കറിയില്ല എന്ന്. പോലീസിൻ്റെ പണിയെടുക്കും, അത്രയേ ഉള്ളൂ എന്ന്. പലരും പലപ്പോഴും പോലീസിനെ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, അതൊക്കെ പോലീസ് കൈകാര്യം ചെയ്തുകൊള്ളും എന്ന്. പക്ഷേ ഇവിടെ മറ്റൊരു വിഷയം കൂടി ഉയർന്നു വരുന്നുണ്ട്. അർജുൻ ആയങ്കിയെ പിടിക്കാൻ പോലീസ് അതിന് എല്ലാ അടവുകളും സർവ്വസന്നാഹവും ഉപയോഗിക്കുന്നു. തെറ്റില്ല, അതിനോട് ആർക്കും എതിർപ്പില്ല. അർജുൻ ആയങ്കി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ ജയിലിലടയ്ക്കണം. പക്ഷേ ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ബലാത്സംഗം ചെയ്യണം, വെടിവെച്ചു കൊല്ലണം എന്ന് പറഞ്ഞ മറ്റൊരു മഹാനുണ്ട് കേരളത്തിൽ, സുഖമായി ജീവിക്കുന്നുണ്ട്. കേസുണ്ട് അദ്ദേഹത്തിനെതിരെ. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനങ്ങുന്നില്ല കേരള പോലീസ്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് പോകുന്നേയില്ല. ആൾ ചെറിയ ആളല്ല. RSSൻ്റെ കേരളത്തിലെ താത്വികാചാര്യനായ TG മോഹൻദാസ്. എന്തുകൊണ്ടാണ് പോലീസ് TG മോഹൻദാസിനെ തൊടാത്തത്? എന്തുകൊണ്ടാണ് പോലീസിനെ TG മോഹൻദാസിൻ്റെ അടുത്തേക്ക് വിടാത്തത്? ഈ വിഷയം ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കലൊന്നുമല്ല എൻ്റെ പണി, പോലീസാണ് തീരുമാനിക്കേണ്ടത്, പോലീസ് തീരുമാനിച്ചോട്ടെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷെ അപ്പുറത്ത് അർജുൻ ആയങ്കിയെ പിടിക്കാൻ സന്നാഹം മുഴുവൻ ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. രണ്ടും രണ്ട് സംഭവമാണ്. എന്നിരുന്നാലും TG മോഹൻദാസിന് എന്തുകൊണ്ടാണ് ഇത്ര ഇളവ് നൽകുന്നത്? TG മോഹൻദാസിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? ഇതാണ് BJPയും RSSും കോൺഗ്രസും തമ്മിലുള്ള ധാരണ. കേരളത്തിലെ മന്ത്രിസഭയിൽ എല്ലാ മന്ത്രിമാരും BJPയേക്കാളും വലിയ BJPക്കാരായി മാറുകയാണോ? മുഖ്യമന്ത്രി ഒരു ഭാഗത്ത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി മറ്റൊരു ഭാഗത്ത്. മന്ത്രിമാരെല്ലാവരും BJPയെ തൃപ്തിപ്പെടുത്താൻ, BJP നേതാക്കളുടെ പ്രീതി പിടിച്ചു പറ്റാൻ മത്സരിക്കുന്ന കാഴ്ച അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ദേ മാതരം പാടണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി UDF ഭരിക്കുമ്പോൾ, കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 5 വർഷം അവർ കേരളത്തിൽ നടത്തിയ പ്രചാരണമുണ്ട്. CPMഉം BJPയും തമ്മിലുള്ള ധാരണ, മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്നൊക്കെ പ്രചരിപ്പിച്ചവർ അന്ന് രാഷ്ട്രീയമായി BJPക്കെതിരെ സമരം ചെയ്തത്, ഇന്ത്യയിൽ ആകെ സമരം ചെയ്തത് ഇടതുപക്ഷം മാത്രമാണ്. ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് BJPയെ രാഷ്ട്രീയമായി എതിർത്തുകൊണ്ടിരുന്നത്. അതെല്ലാം മറച്ചു പിടിച്ച് BJPയും CPMഉം തമ്മിൽ ധാരണയുണ്ട് എന്ന് പ്രചരിപ്പിച്ച് വലിയൊരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ വന്ന കോൺഗ്രസ്, UDF, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ BJPക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു നിൽക്കുന്ന കാഴ്ച അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണോ BJP സർക്കാർ പറയുന്നത്, എന്താണോ സംഘപരിവാർ കേന്ദ്രങ്ങൾ പറയുന്നത്, അത് അതേപടി നടപ്പാക്കുന്ന ഒരു ഭരണകൂടമായി UDFൻ്റെ ഭരണകൂടം മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭരണകൂടത്തിന് TG മോഹൻദാസിനെ തൊടാൻ പറ്റുമോ? TG മോഹൻദാസിൻ്റെ വീട് മുറ്റത്തേക്ക് പോലീസ് പോകുമോ? ഒരു സംശയം വേണ്ട, പോകില്ല, അറസ്റ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ TG മോഹൻദാസിന് തോന്നും ഒന്ന് പോയി ഹാജരാക്കി കളയാം, അത് കോടതിയിലായിക്കോട്ടെ എന്ന്. അങ്ങനെ പോയി ഹാജരായി അവിടുന്ന് ജാമ്യമെടുത്ത് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ മന്ത്രിമാർ അവരുടെ മന്ത്രിക്കസേരയിൽ ഇരുന്ന് ഊറിച്ചിരിക്കുന്നുണ്ടാകും.